അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സ്നേഹമുള്ള ഈ എൻവിഷൻ ക്യാമ്പിൽ ഇവിടെ എത്തിച്ചേർന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ദുനിയാവിൽ അല്ലാഹു നൽകും എന്ന് ഉറപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പരലോകത്തല്ല, ദുനിയാവിൽ നമ്മൾക്ക് അല്ലാഹു നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. നല്ല ജീവിതം ഈ ദുനിയാവിൽ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതാർക്കാണ് നൽകാന്നാണ് അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത്. അതായത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് അല്ലാഹു നല്ല ജീവിതം കൊടുക്കും എന്ന് ഉറപ്പിച്ചാണ് പറയുന്നത്. ഫലനുഹിയന്നഹു, ഉറപ്പായിട്ടും തരും. നമ്മളെ ദുനിയാവിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അല്ലേ? അല്ലാഹു തീരുമാനിക്കുന്നവർക്കാണ് ആരോഗ്യം, സമ്പത്ത്, അല്ലേ, മക്കൾ, കുടുംബം, ഇതൊക്കെ റബ്ബ് തീരുമാനിക്കുന്നവർക്ക് കിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും തരുമെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഹയാത്തൻ ത്വയ്യിബ. പക്ഷെ അതിനെന്ത് ചെയ്യണം? സൽപ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാധാനമാണ്. അതേപോലെ നമ്മൾക്ക് അല്ലാഹു നൽകിയ കാര്യങ്ങളിലുള്ള സംതൃപ്തിയാണ്. ഇപ്പം ഇന്നലെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു വാർത്ത. ഒരു ബിസിനസ് പ്രമുഖൻ, അദ്ദേഹം ജീവനൊടുക്കിയ ഒരു വാർത്ത നമ്മളെ കേരളം ഇന്നലെ കേട്ടു, അല്ലേ? ഭൗതികമായ എല്ലാ സൗകര്യമുള്ള ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു പ്രേരണ ഉണ്ടായിട്ടില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാത്ത, അവൻ്റെ കൽപ്പന സ്വീകരിക്കാത്ത ഒരു മനുഷ്യന് ഇവിടെ എന്തുണ്ടായാലും ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഒന്നുമില്ലെങ്കിലും അല്ലാഹനെ ഓർക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് സമാധാനമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അപ്പോൾ ഈ സൽപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യാന്നുള്ളത്, അല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരാൾക്ക് മനസ്സമാധാനം കിട്ടുക നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ച, നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ച ആ അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതായത് ഞാൻ അനുഭവിക്കുന്നതിനെല്ലാം എനിക്ക് പകരം നൽകുന്ന ഒരു ലോകമുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് ഒരു മനുഷ്യന് സമാധാനം നൽകുന്നത്, അല്ലേ? ഒരു പടച്ചോനില്ല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ആ പ്രതീക്ഷയില്ല. ഞാൻ അനുഭവിക്കുന്നതിനും എൻ്റെ പ്രയാസത്തിനും പകരം ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യന് സമാധാനമുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതില്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്താ? അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യൻ്റെ അവസ്ഥ എന്താ? അവൻ എപ്പോഴും ദുഃഖിതനായിരിക്കും, പ്രതീക്ഷയില്ലാത്തവനായിരിക്കും. വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. ആരാണോ അല്ലാഹനെ കുറിച്ച് ഓർക്കാതെ അവൻ്റെ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്നത് അവൻ്റെ ജീവിതം കുടുസായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യം മനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ എന്നാണ്. റബ്ബിൻ്റെ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കാഴ്ചയില്ലാത്തവരായിട്ട് എന്നെയും നിങ്ങളെയും, അല്ലാഹൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരായിട്ടാണ് നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയെന്നാണ്. അതായത് വിസ്ഡം ഈ ഒരു എൻവിഷൻ ക്യാമ്പിലേക്ക് നമ്മളെ ക്ഷണിച്ചത് തീരാത്തൊരു ലോകത്ത് ഞാനും നിങ്ങളും കാഴ്ചയുള്ളവരായി, എല്ലാം കണ്ട് ആസ്വദിക്കുന്നവരായി മാറണം എന്ന ആഗ്രഹത്തിലാണ്. വളരെ ചുരുങ്ങിയൊരു കാലം ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ചെറിയൊരു പരിമിതി, ചെറിയൊരു പ്രയാസം, അതിനപ്പുറത്ത് നമ്മൾക്ക് തീരാത്തൊരു ലോകത്ത് എല്ലാം കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാകണം. അല്ലെങ്കിൽ ഇവിടെ കാഴ്ചയുള്ളവരടക്കം നാളെ അഅമയായിട്ട്
കാഴ്ചയില്ലാത്തവരായി നാളെ പരലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അപ്പം അങ്ങനെ ഒരു നഷ്ടമില്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾക്ക് പോകണം എന്ന ആഗ്രഹത്തിലാണ് വിസ്ഡം നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയത്. വുജൂഹു യൗമ ഇദിൻ നാദിറ, മുഖങ്ങൾ നല്ല പ്രശോഭിതമായി ഇലാ റബ്ബിഹ നാദിറ, അള്ളാഹുവിലേക്ക് നോക്കിക്കാണുന്ന ഒരു ലോകമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഞാനിവിടെ ഒരു ഹദീസ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ഹദീസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ മറ്റുള്ളവരെ ശരിയായിട്ട് കാണുന്നില്ലെങ്കിലും അവരോട് നമ്മൾ പെരുമാറും എങ്ങനെയാണ്? അവർ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ മുടി ചീകി നന്നായി വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയിൽ അവരോട് സംസാരിക്കുന്നത്. അവർ നമ്മളെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത്ര വൃത്തിയിൽ ആ ഭംഗിയിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഇതേപോലെ അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹിൻ്റെ മുന്നിൽ നമ്മളെല്ലാം കാഴ്ചയില്ലാത്തവരാണ്. അതായത് റബ്ബിനെ ആരും കാണുന്നില്ല. ഈ സംസാരിക്കുന്ന ഞാനും വേദിയിലിരിക്കുന്നവരും ഇവിടെ എന്നെ കേൾക്കുന്നവരും ആരും പടച്ചവനെ കാണുന്നില്ല, അള്ളാഹിനെ കാണുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കാണാതെ അവർ നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ പെരുമാറുന്നത് പോലെ അള്ളാഹുവിനോട് നമ്മൾ പെരുമാറേണ്ടത്, അള്ളാഹുവിന് നമ്മൾ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ട് എന്ന രീതിയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എന്ത് രീതിയാണോ സ്വീകരിക്കുന്നത് അതേപോലെ നമ്മൾ അള്ളാഹിനെ കാണുന്നില്ല. അൻ തഅബുദല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. കഅന്നക തറാഹു, നിങ്ങൾ അവനെ കാണുന്നുണ്ട് എന്ന പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരുടെയും വിഷയമാണ്. ഞാൻ റബ്ബിനെ കാണുന്നില്ല, നമ്മളാരും റബ്ബിനെ കാണുന്നില്ല. ഇവിടെ ലോകത്തൊരു മനുഷ്യനും റബ്ബിനെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ ആരാധിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു പ്രാർത്ഥന നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ, നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന പോലെ അവൻ നമ്മളെ കാണുന്നുണ്ടല്ലോ എന്ന ബോധ്യത്തിൽ ആ പ്രാർത്ഥനയും ഇബാദത്തുകളും നിർവഹിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതായത് നമ്മൾ ഈ കാഴ്ചയുണ്ട് എന്ന് പറയുന്നവർ കാണുന്നത് എന്താണ്? ആ പുറമെ അവരുടെ കൺമുന്നിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. അതായത് അവർക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാണാൻ മാത്രമേ കാഴ്ചയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുള്ളൂ. അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. കാഴ്ചയുള്ള ആളുകൾ വീഴുന്നുണ്ട്, കാഴ്ചയുള്ള ആളുകൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുന്നുണ്ട്, കാഴ്ചയുള്ള ആളുകൾ പറ്റിക്കുന്നുണ്ട്, ആളുകൾ അവരിൽ നിന്നും അപഹരിക്കുന്നുണ്ട്, മോഷണം നടത്തുന്നുണ്ട്. ഇങ്ങനെ കാഴ്ചയുള്ളവർക്ക് തന്നെ കാണാനേ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ളൂ. മറിച്ച് കാണുന്നതിനെ നിയന്ത്രിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടില്ല. ആ നിയന്ത്രണം ആർക്കാണ്? അള്ളാഹുവിനാണ്. പലപ്പോഴും ഈ കാഴ്ചയുള്ള ആളുകൾ തന്നെ പൈസ ഒക്കെ ബാക്കി വാങ്ങിയാൽ കീറിയതാണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ നോക്കുമ്പോൾ അല്ലാഹ് മൂപ്പര് തന്നത് എന്നെ പറ്റിച്ചല്ലോ എന്ന് കാഴ്ചയുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന അനുഭവം ഉണ്ടാവാറുണ്ട്. എന്താണ് അവിടെ? അവർ കാണുന്നേ ഉള്ളൂ, നിയന്ത്രിക്കാൻ അവർക്ക് കഴിവുണ്ടാകാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കാണുന്നവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അപകടങ്ങൾ സംഭവിക്കരുതായിരുന്നു. നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ഞാൻ പറയുന്നത് കാഴ്ചയുള്ളവരെയും ഇല്ലാത്തവരെയും ഒക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാവരുടെയും നിയന്ത്രണം അവൻ്റെ കയ്യിൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥന, നമുക്കൊക്കെ പരിചയമുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അതേതാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞ ഒരാളെക്കുറിച്ച് പറഞ്ഞത് ഹസ്ബുക്ക് എന്നാണ്. നിനക്കിത് മതി, ഇത് മതി എന്നാണ്. അത് ഹുദീത്ത വ കുഫീത്ത വ വുഖീത്ത, നേർമാർഗം പ്രാപിക്കപ്പെട്ടിട്ടുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, നീ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഇതിന് പുറമെ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ ഒരു ദുആ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. മാ ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ബൈതി ഖത്തു. നമ്മുടെ ഉമ്മ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചൊല്ലാതെ ഇറങ്ങാറില്ല എന്നാണ്. എന്താണ് പ്രാർത്ഥന? ഇല്ലാ റഫഅ തർഫഹു ഇലസ്സമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുകളിലേക്ക് നോക്കും, കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തും. അല്ലേ, അള്ളാഹു മുകളിലാണുള്ളത്. ആ മുകളിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലേ, കാണാതെ, റബ്ബിനെ കാണുന്നില്ല, പക്ഷേ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദൽ ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുമെന്നാണ്. ഇതിൻ്റെ അർത്ഥം അറിയുമ്പോൾ നമുക്ക് ശരിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട്, അല്ലേ, ആസ്വദിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയുന്ന വലിയ സമാധാനം നമ്മൾക്ക് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലേ, നമ്മളെപ്പോലെ സമാധാനം അനുഭവിക്കാൻ ഭാഗ്യമുള്ളവർ വേറെ ഇല്ല. അള്ളാഹിനെ ഏൽപ്പിക്കാൻ കഴിയാന്നുള്ളത്. നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടെ എത്തിയാൽ എന്താ അവർക്ക് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അല്ലെ, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങിയാൽ അവരെ സംരക്ഷിക്കാൻ നമ്മൾക്ക് കഴിയില്ല. അല്ലേ, ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ അപകടങ്ങൾ വരാനുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയണം. ഞാൻ അർത്ഥം പറഞ്ഞിട്ടൊന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നാണ്. അല്ലേ, അല്ലാഹുമ്മ എന്താണ്? അല്ലാഹുവേ. അഊദു ബിക എന്താണ്? നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, ശരണം തേടുന്നു എന്നാണ്. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല. ഒന്നാമതായിട്ട് അതാണ് പറയുന്നത്. അല്ലേ, ദലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി പിഴച്ച അവസ്ഥയാണ്. അല്ലേ, വഴി പിഴച്ചു പോകുന്നതിൽ നിന്ന്, വഴി തെറ്റിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയണം അൻ അദില്ല ഔ ഉദല്ല. അതായത് ഞാൻ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ എന്നെ മറ്റുള്ളവർ വഴിതെറ്റിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. അൻ അദില്ല ഔ ഉദല്ല, അതായത് ഞാൻ മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്, അതേപോലെ തന്നെ ഞാൻ മറ്റുള്ളവരാൽ വഴിതെറ്റിക്കപ്പെടരുത്. അതാണ് അദില്ലയും ഉദല്ലയും. അതിനുശേഷം അത് ദലാലത്തിൽ ഞാൻ ആരെയും ആക്കരുത്, അതേപോലെ തന്നെ എന്നെ ആരും ദലാലത്തിലാക്കരുത്. രണ്ടാമത് പറയുന്നു ഔ അസില്ല ഔ ഉസല്ല. സലൽ എന്ന് പറഞ്ഞാൽ വീഴ്ചകളാണ്, അല്ലേ, സംഭവിച്ചു പോകുന്ന, അല്ലേ, അപാകതകളാണ്. ഇതിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ്. സലൽ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ. സല്ലത്തുൽ ഖദം എന്ന് പറയും, കാല് തെന്നിപ്പോവുക, അല്ലെ, സ്ലിപ്പാവുന്നതിന് സല്ലത്തുൽ ഖദം എന്നാണ് പറയുക. അതായത് അസില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും, അല്ലേ, തെറ്റുകളിൽ വീഴ്ചകൾ എന്നിൽ നിന്ന് സംഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അല്ലെങ്കിൽ ഉസല്ല, അതായത് ബിഗൈരി ഖസ്ദിൻ മിന്നി, ഞാൻ ഉദ്ദേശിക്കാതെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്, തെറ്റിപ്പോകുന്നതിൽ നിന്ന്, അതേപോലെ തന്നെ ഞാൻ അറിയാതെ എന്തെങ്കിലും വീഴ്ചകൾ എന്നിൽ വന്നു പോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവെ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ അദില്ല ഔ ഉദല്ല, അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല, മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന്, ഞാൻ വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന്. ഔ അസില്ല ഔ ഉസല്ല, എൻ്റെ അടുത്തുനിന്ന് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും വീഴ്ച വന്നു പോകുന്നതിൽ നിന്ന്, അറിയാതെ എന്തെങ്കിലും വീഴ്ചയിൽ വീണു പോകുന്നതിൽ നിന്ന്, അല്ലേ, തെറ്റുകൾ സംഭവിച്ചു പോകുന്നതിൽ നിന്ന്. പിന്നെ പറയുന്നു ഔ അദ്ലിമ ഔ ഉദ്ലം, ഞാൻ എന്തെങ്കിലും ദുൽമ ചെയ്യുന്നതിൽ നിന്ന് എന്നാണ്. അതായത് ആരോടെങ്കിലും, അല്ലേ, സമ്പത്ത് അപഹരിക്കുക, അല്ലെ, മറ്റുള്ളവരുടെ അപമാനത്തിൽ എന്തെങ്കിലും, അഭിമാനത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുക, അല്ലെങ്കിൽ ആരോഗ്യത്തെ എന്തെങ്കിലും ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, ഉപദ്രവിക്കുക, ഇതിൽ നിന്ന്. അതേപോലെ തന്നെ ഔ ഉദ്ലം, ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആരെങ്കിലും എൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഉപദ്രവം സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത്, അല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളെ പോക്കറ്റിൽ പൈസ ഉണ്ട്, അതാരെങ്കിലും അപഹരിച്ചെടുക്കാതിരിക്കാൻ. അതാണ് ഉദ്ലം, എന്നെ ആരും ആക്രമിക്കാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നാണ്. അവസാനം പറയുന്നു
ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഞാൻ എന്തെങ്കിലും ജാഹിലീങ്ങളുടെ പ്രവർത്തനം അത് ചെയ്യാതിരിക്കാനെന്നാണ്. അല്ലേ? എന്തെങ്കിലും മോശമായ സ്വഭാവം, ചീത്ത പറയുന്ന, അല്ലെങ്കിൽ കളിയാക്കുന്ന, അല്ലേ, മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന, ഒച്ചുണ്ടാക്കുന്ന, ഇതൊക്കെ ജാഹിലീങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അതാണ് അജ്ഹല. അതേപോലെ തന്നെ യുജ്ഹല അലയ്യ, മറ്റുള്ളവർ എന്നോടും ഇതേപോലെ ചീത്ത സംസാരിക്കുന്ന, കളിയാക്കുന്ന, എന്നോട് മോശമായി പെരുമാറുന്ന, അല്ലേ, ജഹാലത്ത് ഞങ്ങളോട് കാണിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും പരിപൂർണമായി എല്ലാം അള്ളാഹു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് കാഴ്ചയില്ലാത്തത് കൊണ്ടല്ല, കാഴ്ചയുണ്ടെങ്കിലും നമ്മളെ ആളുകൾ വഴിതെറ്റിക്കും, കാഴ്ചയുണ്ടെങ്കിലും നമ്മളെ ആളുകൾ ആക്രമിക്കും, കാഴ്ചയുണ്ടെങ്കിലും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകും, നമ്മൾ തെറ്റുകൾ ചെയ്യും, അല്ലേ, നമ്മൾ ജഹാലത്ത് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകും. കാഴ്ചയുണ്ടോ ഇല്ലേ എന്നല്ല, നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പൂർണ്ണമായി ഏൽപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ദുആ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പറയുമ്പോൾ ഒന്ന് ആവർത്തിച്ച് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ, എല്ലാവരും ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല, അല്ലേ, ദലാലത്തു ദാദാണ്, അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല. ഇപ്പോൾ ഒരക്ഷരം മാറിയിട്ടുള്ളൂ, അല്ലേ? അല്ലാഹുമ്മ അഊദു ബിക എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ, അല്ലേ, ദുൽമ്, ഔ അദ്ലിമ ഔ ഉദ്ലമ. അവസാനം ജഹാലത്തിൻ്റെ കാര്യമാണ്. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, അല്ലേ, എൻ്റെ മേൽ ജഹാലത്ത് പ്രവർത്തിക്കാതിരിക്കുക, അതാണ് യുജ്ഹല അലയ്യ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഒന്നുകൂടി പറയല്ലേ, ഒന്നിച്ച്. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല. ആദ്യം മാത്രമാണ് അന്ന്, പിന്നൊക്കെ എന്താണ്? ഔ ആണ്. ഓക്കെ. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ആരെങ്കിലും പഠിച്ചോ? ഇപ്പം ആരെങ്കിലും പറയോ? ആർക്കെങ്കിലും പറയാൻ പറ്റും ഇപ്പം? മാഷാ അല്ലാ, നിങ്ങൾ പറയില്ലേ? ആരെങ്കിലും ഒരാൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഇൻഷാ അല്ലാ ഈ ഒരു പ്രാർത്ഥനകൾ പഠിക്കണം. ആരോടെങ്കിലും ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സംരക്ഷണം, അവൻ്റെ കാവൽ നമ്മൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാലും നമുക്ക് ചൊല്ലാനുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ്? മൻ നസല മൻസിലൻ, ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഖാല, എന്താ പറയണ്ടേ? നമ്മൾ ബസ് ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി, അങ്ങാടിയിലിറങ്ങി, എന്ത് പറയണം? അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ശർരി മാ ഖലഖ്. ഒരു വട്ടം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യദുർറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി. അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ചു കയറുന്നത് വരെ നമ്മളൊന്നും പ്രയാസപ്പെടുത്തൂല, അല്ലേ? അല്ലാഹുവേ, നിന്നോടെല്ലാം നിൻ്റെ കലിമാത്തുകൾ കൊണ്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു ദുആ ചെയ്താൽ പിന്നെ നമ്മളൊന്നും പ്രയാസപ്പെടുത്തൂല. ഇത് നമ്മൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളും ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഇത് പറയണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രാർത്ഥന ഒരു വട്ടം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല അൻ ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ജസാക്കുമുല്ലാഹു ഖൈറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.